Hello friends, welcome back to my another video lesson. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് ടെൻസുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാം, അതിനുള്ള ട്രിക്കുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ടെൻസുകൾ പഠിച്ച് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ടെൻസുകളെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ പറഞ്ഞു ടെൻസുകൾ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നത്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. എന്നാൽ ഇത് മൂന്നുമല്ലാതെ ഇതിനെ നമ്മൾ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 12 തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ തരംതിരിച്ചിട്ടുള്ളത് എന്ന്. പ്രസൻറ്റിനെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പാസ്റ്റിനെ വീണ്ടും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഫ്യൂച്ചറിനെ വീണ്ടും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പ്രസൻറ്റിനെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളതെന്ന്. വളരെ വേഗത്തിൽ പറയാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എങ്ങനെയാണ് ഒന്നുകൂടി പറയാം: സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും തരംതിരിച്ചിട്ടുള്ളത്. ആ പ്രസൻറ്റ് എന്നുള്ളിടത്ത് പാസ്റ്റ് എന്നും ഫ്യൂച്ചർ എന്നും ആക്കി കൊടുത്താൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പേരുകൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ 12 തരംതിരിച്ചിട്ടുള്ളത്? നമുക്ക് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇങ്ങനെ പഠിച്ചാൽ പോരെ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വീണ്ടും തരംതിരിച്ച് പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇത്തരത്തിൽ 12 രീതിയിൽ പഠിക്കാൻ കാരണം ഈ 12 നമ്മൾ ഉപയോഗിക്കുന്നത് 12 വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിൽപ്പെട്ട സിമ്പിൾ ടെൻസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഫോമായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിലെ ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ രീതിയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ ഫോം ഇങ്ങനെയാണ്: ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, കൂടെ ഒരു വെർബും ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, വെർബിൻ്റെ ഒന്നാമത്തെ ഇതുപോലെ ഒന്നാമത്തെ ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ഐ റൈറ്റ് എ ലെറ്റർ. ഐ റൈറ്റ് എ ലെറ്റർ. ഞാൻ ഒരു കത്ത് എഴുതുന്നു. ഞാനൊരു കത്ത് എഴുതുന്നു. നമുക്ക് മാറ്റി നോക്കാം: ഷീ റൈറ്റ്സ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതുന്നു. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമും ഉണ്ടായിരിക്കണം. ഇത്രയായാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മനസ്സിലാക്കാം. ഏത് സാഹചര്യത്തിലാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്? ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഇതിൻ്റെ മറ്റൊരു ഉപയോഗം, നമ്മൾ പതിവായി ഒരാൾ ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി അവളുടെ മുത്തശ്ശിയെ ആഴ്ചയിൽ 2 തവണ സന്ദർശിക്കാറുണ്ട് എന്ന് പറയണം. ഈ സെൻറ്റൻസ് പറയുന്നത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ പറ്റും. അതായത് പതിവായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഷീ വിസിറ്റ്സ് ഹെർ ഗ്രാൻഡ് മദർ ട്വൈസ് ഇൻ എ വീക്ക്. എങ്ങനെയാണ്? ഷീ വിസിറ്റ്സ് ഹെർ ഗ്രാൻഡ് മദർ ട്വൈസ് ഇൻ എ വീക്ക്. ഈ സെൻറ്റൻസിൽ ഷീ വിസിറ്റ്സ് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പതിവായി നമ്മൾ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. ഇതിൻ്റെ ഫോർമാറ്റ് വളരെ ലളിതമാണ്. ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, അതിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ ഫോം ഉണ്ട്. പേര് പോലെ തന്നെ വളരെ സിമ്പിളായ ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എങ്ങോട്ട് പോകും? യെസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടാകും. ഐ, ഹി, ഷീ,
ദേ, യു, ആരുമാവാം. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞു എന്ത്, ഒരു വെർബും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ വെർബിൻ്റെ രണ്ടാമത്തെ ഫോമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് കുക്ക്, കുക്ക്ഡ്, ജംപ്, ജംപ്ഡ്. ഈ ജംപ്ഡ് എന്ന് പറയുന്നതും കുക്ക്ഡ് എന്ന് പറയുന്നത് എന്താണ്, വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റിൽ ഞാൻ പോകുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ വരുന്നു. ഇത് കഴിഞ്ഞു പോയൊരു സംഭവമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയാ, ഞാൻ എഴുതി, ഞാൻ പോയി, അല്ലേ, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ഉറങ്ങി, ഞാൻ ഫിനിഷ് ചെയ്തു, ഞാൻ വർക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ റോട്ട് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതി. ഷീ റോട്ട് എ ലെറ്റർ, അവളൊരു കത്ത് എഴുതി. ഷീ സ്ലെപ്റ്റ്, അവൾ ഉറങ്ങി. ഐ ഫിനിഷ്ഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് പൂർത്തിയാക്കി. ഇതൊക്കെ എന്താണ്, ഐ ഫിനിഷ്ഡ്, വെർബിൻ്റെ രണ്ടാമത്തെ ഫോം. അപ്പോൾ ഇതാണെന്ത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ള സിമ്പിൾ ഏതാണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത്. എവിടെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആ ഒരു ഫോം എന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടുണ്ടാവേണ്ട സാധനം എന്താണ്, യെസ്, സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വെർബും ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഫ്യൂച്ചറിൽ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂടെ വിൽ അല്ലെങ്കിൽ ഷാൽ ചേർക്കണം. വിൽ അല്ലെങ്കിൽ ഷാൽ ചേർക്കണം. അപ്പോൾ മാത്രമാണ് അത് ഫ്യൂച്ചർ ടെൻസായി മാറുന്നത്. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഞാൻ എഴുതുന്നു, ഞാൻ എഴുതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ എഴുതും എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഐ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റോട്ട് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐ വിൽ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതും എന്നാണ് അർത്ഥം. അവിടെ ഐ വിൽ എന്നുള്ള ആ ഒരു ഓക്സിലറി വെർബ് കൂടി അവിടെ ചേർത്തു, ഐ വിൽ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, വില്ലോ ഷാലോ നമ്മൾ അവിടെ ചേർക്കും എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് ഇത് ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ വിൽ റൈറ്റ് എ ലെറ്റർ എന്നോ ഐ വിൽ റൈറ്റ് എ നോവൽ എന്നോ പറയാം. ഇനി ആ വെർബിൻ്റെ സ്ഥാനത്ത് ഏത് വെർബ് നമ്മൾ ചേർത്താലും അത് വില്ലിന് ശേഷമോ ഷാലിന് ശേഷമാണ് ചേർക്കുന്നതെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. എങ്ങനെയാണിത് പെട്ടെന്ന് മനസ്സിലാക്കാം? സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സബ്ജക്റ്റും വെർബിൻ്റെ ഒന്നാമത്തെ ഫോമും ഉണ്ടായിരിക്കും, ഉദാഹരണം. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റും വെർബിൻ്റെ രണ്ടാമത്തെ ഫോമും ഉണ്ടായിരിക്കും, ഇതുപോലെ. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ സബ്ജക്റ്റും അതിൻ്റെ കൂടെ വില്ലോ ഷാലോ പിന്നെ വെർബും ഉണ്ടായിരിക്കും, ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് പഠിക്കുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകളോ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ടെൻസിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ see you.